എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗ് എടുക്കാച്ചിട്ടാട്ടോ. അന്നിപ്പോൾ വിൻഷാടിനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഞാൻ എന്തോ ഒരു സൺഡേ വ്ളോഗ് എടുത്തായിരുന്നു. ഇപ്പം അങ്ങനെ എടുക്കൽ ഭയങ്കര കുറവായതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ പ്ലാൻ ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 8:30 കഴിഞ്ഞിട്ടാണ് ഉറങ്ങി. എനിക്ക് നല്ല വൈകിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പിന്നെ കളിയുള്ള കാരണം തേജും വിൻഷേട്ടനും എപ്പോഴാണ് വന്ന് കിടന്ന് വെച്ചെനിക്ക് അറിയില്ല. തേജ് ഇപ്പോൾ വിൻഷേട്ടൻ്റെ ഒക്കെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കളി ഫുട്ബോളൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പം ഇരുന്ന് കാണാൻ. വിൻഷേട്ടനാണെങ്കിൽ ഒപ്പം പിടിച്ചിരുത്തും ചെയ്യും ആളേനെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഇന്നലെ കുറേ സമയം ഉണ്ടാവും. 2 മണി എപ്പോഴാണ് കളി കഴിഞ്ഞാവോ. എന്തായാലും ഞാൻ രാവിലെ എനിക്കുമ്പോഴാണ് ഇപ്പോൾ രണ്ടാളേനും കാണണത് കേട്ടോ. അപ്പോൾ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ചെറിയ പ്ലാൻ എന്താണെന്നറിയോ. ഇന്ന് രാവിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എണീച്ച് ഇതേ പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി ഇത് ഫ്രഷായി സെറ്റായിട്ടാണ് വന്നിക്കണ്. അപ്പോൾ ഇന്നത്തെ പണി എന്താ വെച്ചാൽ നമ്മൾ ചായയുടെ കടി ഉണ്ടാക്കണം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുട്ടാണ്. പുട്ടിക്കാണെങ്കിൽ ഞാൻ ഒന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ വല്ല മുട്ടക്കറിയാണ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഉച്ചത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും. ചിക്കൻ പറഞ്ഞ അവിടെ ചിലപ്പോൾ കൊടുന്നേരും അവർ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്കിപ്പം ചോറ് വെക്കണൊക്കെ എളുപ്പം നെയ്ച്ചോറ് വെക്കാനാണ് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് ആവണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ കറിയും അത് തന്നെയുള്ളൂ. പിന്നെ കച്ചമ്പറൊക്കെ വിൻഷാട്ടുണ്ടാക്കിക്കോളും. പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് ഉച്ചത്തേക്ക് ഉള്ളത്. ഫുഡിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പ്ലാൻ. പിന്നെ നമുക്ക് ഇന്ന് വിൻഷാട്ടിൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകണം. പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-8 ദിവസമായിട്ടുണ്ടായിരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്, തറവാട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഇത്രേ. അപ്പോൾ ഉണ്ണീനെ ഒന്ന് പോയി കാണണം. പിന്നെ വൈകുന്നേരത്ത് ജിഷ്ണേട്ടനും പാറും ചിത്തുട്ടേട്ടനും അവരൊക്കെ ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ജിഷ്ണേട്ടന് സുജിലടി ഉണ്ണിയുടെ ചോറൂണ് കഴിഞ്ഞു. ഒന്ന് ഗുരുവായൂരും കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെങ്ങിട്ടൊന്നും വന്നിട്ടില്ല അവർ ഇതുവരെ. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച വരാമെന്നും പറഞ്ഞിട്ട് ഇന്ന് വരെ എല്ലാവരും കൂടി കൂടാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഇന്നലെ വരെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന് എത്രത്തോളം മാറുമെന്ന് ചോദിച്ചറിയില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഫോണ് ചാർജ് ചെയ്യാൻ വെക്കുള്ളൂ. ഇപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഉമ്മറത്ത് എന്തൊക്കെ കുറേ പരന്ന് കിടക്കുന്നുണ്ട്. ഹെൽമെറ്റും ചെരുപ്പും സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി വീട്ടിൽ പോയിട്ട് വന്നിട്ടൊക്കെ അങ്ങനെ ഊരി വെച്ചേക്കുക. അതൊക്കെ ഒന്ന് ഓരോ ഷെൽഫിലേക്ക് മാറ്റി ഒതുക്കി വെച്ച് ഇത് നമ്മുടെ ഇന്നലെ കളി കണ്ടിട്ടാണ് തോന്നുന്നു 2 ഇരുന്നിട്ട് കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചൊരി തുടച്ചിട്ട് കുളിച്ചിട്ടേ ഞാനിനി വീഡിയോ എടുത്ത് തുടങ്ങുള്ളൂ. കിച്ചണിൽ കയറുമ്പോൾ തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങാം. അപ്പോൾ ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചതായിട്ട്. അപ്പം നമ്മുടെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഞാനിനി ഇതൊക്കെ ചെയ്തിട്ട് വരാട്ടോ. ബൈ. അപ്പോൾ എൻ്റെ അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കറക്റ്റ് നേരത്തെ തേജു എണിച്ച് വന്നു. സാധാരണ ഇത്ര നേരത്തെ ആളെ എണിച്ച് വരാറില്ല. അപ്പോൾ അവൻ്റെ കുളിയും പല്ലേക്കും കഴിഞ്ഞു. ഞാൻ വിളിച്ചിട്ടല്ലേ നീ എനിക്കാറുള്ളൂ സാധാരണ. അല്ലെങ്കിൽ നീ എനിക്കാറില്ലല്ലോ. ഇന്ന് പതിവില്ലാണ്ട് നേരത്തെ എണിച്ചേക്കണു. കുളി കഴിഞ്ഞേക്കണു കേട്ടോ. തല കുളിച്ചിട്ടില്ല. കാരണം അവനൊരു മൂക്കടപ്പുണ്ട്. അപ്പോൾ തല കുളിപ്പിച്ചിട്ടില്ല. നാളെ സ്കൂളിൽ പോകണം മതിയില്ലടോ. അപ്പോൾ അവൻ്റെ തല കുളിച്ചിട്ടില്ല. പല്ലേപ്പം കുളിയും കഴിഞ്ഞു. അപ്പോൾ പുട്ടുണ്ടാക്കാൻ നിന്ന് നേരം വഴുകും. അവനാണെങ്കിൽ നൂൽപുട്ട് മതിയല്ല പറഞ്ഞത്. നൂൽപുട്ടിൻ്റെ പൊടിയില്ല. അപ്പം ഞാൻ ഇന്നാൾ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി അവന് ഇഷ്ടമായിട്ടുണ്ട്. സാധാരണ ഉപ്മാവ് കഴിക്കില്ല. പക്ഷേ അന്ന് സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കുറച്ച് സിമ്പിളായിക്കോട്ടെ. ഉച്ചത്തേക്ക് എന്തായാലും നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പണി എനിക്ക് വേണ്ടി തീർക്കും ചെയ്യാം. അപ്പോൾ ഇവന് ഞാൻ വേഗം ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ കുളിച്ചിട്ട് വേഗം നെയ്ച്ചോറിൻ്റെ പരിപാടി നോക്കൂട്ടോ. അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് എല്ലാം ഒന്നിച്ച് നോക്കാച്ചിട്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആളെ എണിച്ച് വന്നല്ലോ. അപ്പോൾ എന്തായാലും വേഗം കഴിക്കാൻ കൊടുക്കാച്ചിട്ടാ. വിൻഷാട്ടൻ നീച്ചിട്ടില്ല. ഇപ്പോൾ 9:45 10 മണി വേഗം ഉച്ചത്തേക്കും കൂടി ഉള്ളതാക്കി വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഞാനായിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും. എന്നാലും വൈകുന്നേരത്തേക്ക് അവർ വരുമ്പോഴേക്കും നമുക്കവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്, അത്ര ദൂരമൊന്നുമില്ല കേട്ടാ. പക്ഷെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്മാവ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മറ്റേ റവ ഇല്ലേ, റവ വേറെ ടൈപ്പ് റവ കിട്ടും. എന്തോ ഒരു വേറെ റവ. ആ റവയാണ് കേട്ടോ അത്. ആ റവ ഉപ്മാവാണേ. ഇതും നല്ല കാപ്പിയും വെക്കാച്ചിട്ടാ. അപ്പം ഞാൻ ഇവിടെ കിച്ചൺ ഇങ്ങനെ തന്നെയാട്ടോ കൊണ്ടുപോകണത്. മെയിൻറ്റെയിൻ ചെയ്തിട്ട് കണ്ടോ. നമുക്ക് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കണം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് എല്ലാതും. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഇതിൻ്റെ പുളി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാൻ പോവാണ്. ഞാനും തേജും കൂടി ഇട്ടാട്ടെ വെക്കുന്നത് അല്ലേ തേജുവാ. എൻ്റെ പുത് കാട്ടാനൊക്കെ എടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. തേജ് ഫുള്ള് വെച്ചിട്ടില്ല ഉപ്മാവ്. അപ്പോൾ ഞാൻ അവൻ്റെ പ്ലേറ്റിൽ തന്നെ എടുത്തേക്കണത്. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കും. പിന്നെ ചിക്കൻ വന്നാൽ വേഗം അതെടുത്ത് വെക്കുക. വേഗം പണി തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. തേജു ചിക്കൻ കറി ഹെൽപ്പ് ചെയ്യേ ഇല്ലേ?
വെക്കുമ്പോ കാണാൻ പറയും. ചിക്കൻ കറി വെച്ചുമ്പോ കാണാം. പിന്നെ മറ്റേ പനീർ ബട്ടർ മസാല ഇല്ലേ, ആ സംഭവം റെസിപ്പി ഞാൻ നാളെ എടുക്കാച്ചിട്ടാണ്. ഇന്ന് എന്താ വെച്ചാലേ, ഇന്ന് നമുക്ക് ചിക്കൻ എന്തായാലും കഴിക്കാമല്ലോ. തേജുവിന് സ്കൂളില്ലാത്ത ദിവസം, സ്കൂളുള്ള ദിവസം അവന് കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനാണ്. അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകും. അപ്പം ഇന്ന് എന്തായാലും ചിക്കൻ വെക്കാച്ചിട്ടാട്ടാ. അപ്പം ഞാൻ ഇനി വെക്കുമ്പോൾ എന്തായാലും റെസിപ്പി പറയാട്ടോ. നല്ല അടിപൊളി റെസിപ്പി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേട്ടാ വേഗം ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ചായ കുടിക്കുമ്പോൾ എൻ്റെ അപ്പുറത്ത് കിടന്നിട്ട് ഒരാളുടെ എക്സസൈസ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ പി ടിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പി ടി സാറ് കുറേ എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കിടന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വിൻചേട്ടൻ ഇത് കണ്ട വിൻചേട്ടനെ എനിക്ക് വരും. അപ്പോൾ വിൻചേട്ടനെയും വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലൂർ സ്ഥലത്തേക്ക് അല്ലേ? അതെയാ? തൈസ് നോക്ക്, തൈസ് എന്താ അങ്ങനെയല്ല. അപ്പൊ ഈ അച്ഛനെ കൂടെ ചെയ്യാറുണ്ടല്ലോ, എന്നിട്ട് അറിയില്ലേ അച്ഛനെ കൂടെ? വേഗം വേഗം. 4 5 6 7 8 9 10 ഇങ്ങനെ പിടിച്ചിട്ട് അത് പത്തൊന്നും എടുക്കണേ. 20 എടുക്കണം. 1 2 3 4 5 6 7 8 9 10 ഇതെന്തപ്പത് ചാട്ടൊക്കെ മാറിയില്ല. എന്താ അയ്യോ തുഴഞ്ഞു പോവേ? അങ്ങനെ നിക്കല്ലേ വേണ്ട, കൈ കുത്തിയിട്ട് ഫുൾ വെയിറ്റ് കൊടുക്ക്. അതെ കുട്ടി കറക്റ്റായിട്ടാ നിക്കണത്. പിൻചാട്ടൊക്കെ നന്നായി നിക്കണ്ട്. മുട്ടുകുത്തിയിട്ടില്ല കേട്ടോ. എന്താ പോയിട്ട് അടുത്ത് ചോദിക്കാം. അയ്യോ 50 ഒന്നും താങ്ങില്ല പൊന്നൂന്. 10 എടുത്താ മതി. ആയിക്കോട്ടെ. ചാടാണ് ഇതിനെ കണ്ണുറിക്കണേല് ഇതെന്തിനാ കണ്ണിങ്ങനെ 50 പറഞ്ഞിട്ട് ഇതല്ലേ ഞാൻ 10 മതി പറഞ്ഞോട്. അപ്പൊ അടുത്തോണ്ട് വരണ്ട കേട്ടോ തേജു. ഇതൊക്കെ പിള്ളേരെ കണ്ട് പഠിച്ചോട്ടാ അല്ലേ തേജിയോ? ആ ഹിപ്പില് കൈവയ്ക്ക് അങ്ങനെ. ആ സാർ ഇതെന്നും രാവിലെ എന്താ ചെയ്യണം? നീ എന്നും ചെയ്യാറുണ്ടോ? സ്കൂളിൽ പോയാലല്ലേ ചെയ്യാറുള്ളൂ? ഇത് ഇളക്കല്ലേ, മേശ ഇളക്കല്ലേ, ചായ പോകും. ഇത് കരാട്ട ക്ലാസ് പോയപ്പോ പഠിപ്പിച്ചതാ. അതാ ഇങ്ങനെയൊക്കെ ഹിപ്പ് റൊട്ടേഷൻ ഇല്ലേ? എന്താ
അങ്ങനെ അങ്ങനെ അമ്മ ജിമ്മിന് മുമ്പ് കാണിച്ചെന്നിടുന്നില്ലേ അതന്നെ അങ്ങനെയല്ല അങ്ങനെ ഫുൾ ബോഡി ടാട്ടരുത് ഉപ്പ് മകള എന്റെ ചായ എടുക്കൽ കഴിഞ്ഞു ഞാൻ പോയിട്ടിനി അരിഞ്ഞേക്കിട്ടെ. അപ്പൊ ഇത് നമ്മുടെ തേജുവിന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തേക്കണത്. പിന്നെ കളി കാര്യമായിട്ടോ വിൻഷാന്റെ ഡമ്പലൊക്കെ എടുത്ത് കൊടുന്ന് പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷെ വലിയ വെയിറ്റ് ഇല്ല കേട്ടോ, കാണണ വലിപ്പമുള്ളൂ. 3 കിലോ അത്ര തന്നെ ഉള്ളൂ തോന്നുന്നു കേട്ടോ. തേജു എന്റെ കൂടെ ജിമ്മിന് വരുമ്പോഴും അതേട്ടാ അവൻ 1 കിലോ 2 കിലോ ആ റേഞ്ചിലൊക്കെ ഡമ്പൽ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കാറുണ്ട് കുഞ്ഞീത് എടുത്തിട്ടാ. അപ്പോൾ കാണുമ്പോൾ ഒക്കെ വെയിറ്റ് തോന്നും, പക്ഷെ ഇത് അത്ര വെയിറ്റ് ഒന്നും ഇല്ലേ. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര നേരം വെയില്, നല്ല വെയിലാണെന്നോ. ഇപ്പൊ ചായക്ക് കുടിച്ചതേ ഒന്ന് ഇവിടേക്ക് ഒന്ന് ഒതുക്കി ഇനി ഞാൻ കറികളൊക്കെ വെക്കാച്ച് നോക്കുമ്പോൾ അതേ പുറത്ത് നല്ല മഴ. എങ്ങനെ ആക്കി ഞാൻ കാണിച്ചു തരാട്ടാ. ഇന്ന് നമ്മുടെ ഫ്രണ്ട് ഭാഗമല്ലേ മഴ പെയ്യുമ്പോൾ കാണുക. ഇന്ന് നമുക്ക് ബാക്ക് ഭാഗം കാണാം. ബാക്കിൽ നിൽക്കുമ്പോൾ ബാക്ക് ഭാഗം, ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം. ബാക്കിൽ കണ്ടോ ഇങ്ങനെയാണ് കിടക്കണത് കണ്ടോ. ഇവിടെ മരങ്ങളുണ്ട്. അത് സുഖ ചേച്ചിയുടെ തറവാടാണ് കേട്ടോ കാണണത്. നല്ല മഴയാണ് ഗൈസ്, ഞാൻ വാതിലടയ്ക്കാണ്. നമുക്ക് നാളെ ഉണ്ടല്ലോ, നാളെ അല്ലെങ്കിൽ മറ്റന്നേ വന്നിട്ട് ഇവിടെയൊക്കെ നെറ്റ് അടിക്കും കേട്ടോ. ഇവിടെയൊക്കെ നെറ്റ് അടിക്കും, ഇവിടെ നെറ്റ് അടിക്കും, ഇവിടെ നെറ്റ് അടിക്കും, ഇവിടെ നെറ്റ് അടിക്കും, മൊത്തത്തിൽ ഇവിടെ നെറ്റ് അടിക്കുവേ. പിന്നെ ചെന്ന് നോക്കുമ്പോൾ വിൻഷാട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ തേജ് നിന്ന് ചാടുന്നുണ്ട്. വിൻഷാട്ടൻ ഡെയിലി ഈ ഒരു കാര്യം മിസ് ചെയ്യില്ല കേട്ടോ. 1/2 മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെക്കും. എനിക്കങ്ങോട്ട് പെറ്റണില്ല വീട്ടിൽ എക്സസൈസ് ചെയ്യട്ടെ, അതാണ് ഞാൻ ജിമ്മിന് പോയിടുന്നത്. പിന്നെ ഇനി ഇവർ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കും. എൻ്റെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ കഴിച്ചു തന്നെയായിരുന്നു. കാരണം എനിക്ക് നല്ല മെസ്കും ചെയ്തിടുന്നു. വിൻഷാട്ട് എന്തായാലും എനിക്ക് വരാൻ വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നോടും കൂടി കുടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാണെങ്കിൽ തേജ് ചാടുന്ന കാണുമ്പോൾ ചിരി വരാതെ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പൊലിവാണ് കേട്ടോ. എനിക്കുള്ള പണി എന്താണെന്നറിയോ, ചിക്കൻ കഴുകിയിട്ട് വെള്ളം വരാൻ വെക്കണം. പിന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ റൈസ് എനിക്ക് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. അപ്പോൾ അതാദ്യം 2 ചെയ്തതിന് ശേഷമാണ് ഞാൻ സവോള അങ്ങനത്തെ എല്ലാ ഐറ്റംസും അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ കുക്കിങ് തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുക്കിങ് തുടങ്ങുമ്പോഴേ കാണുള്ളൂ. അരിയാണെന്ന് പിടിക്കുന്നത് ഞാൻ വീഡിയോസ് എടുക്കണില്ല, ബാക്കിയെല്ലാം ചെയ്തിട്ട് കുക്കിങ് തുടങ്ങുമ്പോൾ കാണാം കേട്ടോ. ബൈ. ഇത് പിന്നെ ചിക്കൻ കഴുകാനുള്ളത് ചിക്കൻ കഴുകിക്കട്ടെ. ഞാൻ ചിക്കൻ കഴുകാൻ കുറച്ച് നേരം എടുക്കും, കാരണം എനിക്ക് ഇങ്ങനെ കഴുകി എത്രയും തൃപ്തി തോന്നാറില്ല. ഇങ്ങനെ കഴുകിയാലും ഒരു റെഡിഷ് കളർ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരുമല്ലോ. എന്നാലും ഞാനിങ്ങനെ അടിച്ചരച്ചരച്ച് കഴുകി വിൻഷേട്ടനെ കളിക്കും. ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഈ കഴുകി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കട്ട് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. ഓൾറെഡി ചെറിയ രീതിക്കാണ് കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്, പക്ഷെ ഞാൻ ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്യൂട്ടോ. എനിക്കിങ്ങനെ വലിയ ചക്ക പോലത്തെ കഷ്ണങ്ങൾ ചിക്കൻ കറി വയ്ക്കുമ്പോൾ എടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ചെറുതായിട്ട് ഇഷ്ടം, എന്നാൽ ഓവറായിട്ട് ചെറുതാവും ചെയ്യരുത്. അങ്ങനെ വിൻഷേട്ട ഇതേ ചായ കുടിക്കാൻ പപ്പടം എടുത്തിട്ടാണ് പോയിക്കണത്. പിന്നെ ഇതേ കഴുകി അവിടേക്ക് ഒന്ന് സെറ്റാക്കി ക്ലീനാക്കി എല്ലാ വെള്ളം മരം വെക്കൂട്ടോ. വെള്ളം നന്നായി വാർന്നതിന് ശേഷം ഞാൻ ചിക്കൻ കറിക്ക് ചിക്കൻ ഇടുള്ളൂ. ചിലർ വെള്ളം ഒഴിച്ചിട്ടും ചിക്കൻ കറി വെക്കും. ഏലും കൂടിയിട്ട് കയത്ത വെള്ളം നന്നായി വാർന്നു പോകണം. അപ്പം ഞാൻ ആ ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ ഇതിങ്ങനെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മുടെ അരിയുള്ള സാധനങ്ങളൊക്കെ അരിയാട്ടോ. ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തേജ് വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമേ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവൻ്റെ പണിയാട്ടോ. ഞാൻ ക്യാമറ ഒക്കെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ അവൻ വന്നിട്ട് ഇതേ ക്യാമറ ഓൺ ആക്കും, അതിൻ്റെ ഇടയ്ക്ക് ഓഫ് ആക്കും, ഒക്കെ അവൻ തന്നെ ചെയ്ത് പോട്ടാ. അവൻ്റെ ഓരോ തോന്നലില്ല. അപ്പം എന്നെ ചീത്തയായിട്ടപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയതാണ്. അപ്പോൾ ഇതേ ഇവിടെ ചിക്കൻ കറിക്കുള്ള ഗ്രേവി ഇട്ടാ, ഇതേ ഗ്രേവി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ ഞാനിവിടെ ഇതേ വരട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ളതാണ് കേട്ടോ, വരട്ടി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഇതിവിടെ ഏകദേശം സെറ്റായിട്ട് ഇത് ഞാൻ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടയ്ക്കൂ. അപ്പം ഇനി ഇതാവാണ്ട് ഏകദേശം ഏറെക്കുറെ അയക്കണം കേട്ടോ എല്ലാതും. ഇനി ചിക്കൻ ഇട്ടിട്ടൊന്ന് റെഡിയാക്കാൻ കുക്ക് ചെയ്യാൻ വെക്കാന്നുള്ളൂ. അപ്പോൾ റൈസും കറിയും ഞാൻ ഉണ്ടാക്കി. കച്ചമ്പർ വിൻഷേട്ടനായിട്ട് ഉണ്ടാക്കുക. ഞാൻ പറയാറില്ല, വിൻഷേട്ടൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അതെന്താ വെച്ചാൽ തൈരും എന്തൊക്കെയോ ഒഴിച്ചിട്ടൊക്കെയാണ് വെക്കുക. പിന്നെ അതായത് ചിക്കൻ തേട്ടാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഊറി വരും. പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. വേവൊക്കെ റെഡി ആയിട്ട് വന്നാൽ ഞാൻ അതിൻ്റെ മുകളിൽ ഡെക്കറൊക്കെ ചെയ്തിട്ട് ഇതിന് കുറച്ചേരം എടുക്കാൻ നേരത്തെ തുറക്കുള്ളൂ. അതുവരെ ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ ദം ചെയ്ത് വെക്കില്ലേ, അങ്ങനെ വെക്കും കേട്ടോ. ഇതിൻ്റെ മൂടി മാറിയെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ വെളിച്ചം ഇങ്ങോട്ട് എടുക്കാൻ കിട്ടിയിരുന്നില്ലേ.
പിന്നെ വിൻഷേട്ടൻ വെക്കുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതെന്തിനാ വെച്ചാൽ എനിക്ക് അറിയില്ല, അത് ഏതോ എവിടുന്നോ കിട്ടിയ റെസിപ്പിയാണ് സംഭവം. അങ്ങനെ അതൊക്കെ ഒഴിച്ച് നന്നായി മിക്സാക്കി തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മുടെ സവോള ഇട്ടാ അതാണ് ഇട്ടേക്കണത്. എന്നിട്ട് നന്നായി തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി എടുക്കും. ഭയങ്കര ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ, നല്ല ടേസ്റ്റാ. പിന്നെ ആരോ കമന്റ് ഇട്ട് കണ്ടു, ചേച്ചി ഇങ്ങനെ കുക്കിംഗ് ഒക്കെ പഠിച്ചെന്ന്. എനിക്ക് കുക്കിങ്ങിന്റെ ഒരു ABCD അറിയാത്ത ആളാട്ടെ ഞാൻ നമ്മുടെ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയതിന് ശേഷമാണ് കൂടുതലും കുക്കിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിലാകുമ്പോഴും ഞാൻ കുക്കിംഗ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോണ ടൈമല്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകണു വരണു പഠിക്കണു ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ ഭാഗത്തേക്കേ ഞാൻ പോയിട്ടില്ല. എൻ്റെ അമ്മോടൊക്കെ ചോദിച്ചാൽ എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഒന്നും വെക്കാൻ പഠിക്കേണ്ടാട്ടോ ഇങ്ങനെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുക്കിംഗ് അറിയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടായാലും അതെ വിൻഷേട്ടൻ്റെ വീട്ടിലായാലും അവിടെ അമ്മ ഉണ്ട്, പിന്നെ ഞാൻ, ചേട്ടൻ്റെ വൈഫ്, അനീത, അങ്ങനെ എല്ലാവരും ഉള്ള കാരണം എല്ലാവരും കൂടിയിട്ടുള്ളൊരു കുക്കിങ്ങാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കുക്കിംഗ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒന്നും അറിയില്ല, സത്യമായിട്ടും എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് തേജൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കിങ്ങിലേക്കൊക്കെ ഒന്ന് കടന്നു വന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അരിഞ്ഞു കൊടുക്കുക, ഇളക്കാൻ പോവുക, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ഞാൻ കുക്ക് ചെയ്ത് പഠിച്ചത് നമ്മൾ വീട് വെച്ച് മാറിയതിന് ശേഷമാണ് കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ പിന്നെ ഇവിടെ നിലക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അവിടുന്ന് റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയായിട്ട് ഞാൻ കുക്കിംഗ് പഠിച്ചേക്കണേ. എനിക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും അറിയില്ലേ. ചിലവർ കമൻറ്റ് കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യണ പോലെയൊക്കെയാണ് കമൻറ്റ് ഇട്ട് കാണുന്നത്. പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും കുക്കിംഗ് ഓരോ റെസിപ്പി വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നൈസായിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഓരോന്ന് ഇപ്പോഴും ഞാൻ കുറേ വെക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. കാരണം എനിക്ക് വെച്ച് പഠിക്കണം, എനിക്ക് എല്ലാതും വെച്ച് നോക്കണം എന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി കുക്ക് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയിട്ടാ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് സൈഡിൽ കൂടെ അങ്ങനെ വെച്ച് പഠിക്കുകയാണ്. എല്ലാം നമ്മൾ പഠിക്കണമെന്നല്ലല്ലോ, ഓരോ സാഹചര്യത്തിന്റെ മുകളിൽ നമ്മളെല്ലാം പഠിക്കും. പിന്നെ ഓരോ സാഹചര്യമാണ് നമ്മുടെ ലൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണത്. അതുകൊണ്ട് ഒന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഒന്നും ആവില്ല നമ്മുടെ ലൈഫ്. എന്താ പറയുക, എനിക്കറിയില്ല. ഞാനൊരിക്കലും ഇങ്ങനെ കുക്ക് ചെയ്ത് ഒരു വീടൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഒക്കെ നമ്മുടെ ഓരോ സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ മാറുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ മാറും. പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്തി നമ്മുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാനിപ്പോൾ എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു ലെവലിൽ അങ്ങോട്ട് പോവുക ചെയ്യുള്ളൂ. അങ്ങനെ അതേ നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ വിളമ്പാനാണേ നോക്കണത്. അതിനൊക്കെ മുന്നേ നന്നായി ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വേവ് ഓക്കെയാണ്, ഇപ്രാവശ്യം എനിക്ക് വേവ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എല്ലാം കറക്റ്റ് ഓരോരുത്തർ ചാനലിൽ ഇങ്ങനെ പറയാം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ്. പക്ഷെ എനിക്ക് ആ ഒരു അളവിൽ എടുക്കുമ്പോഴേക്ക് ചിലപ്പോൾ വേവ് സെറ്റ് ആവാറില്ല. പറയുമ്പോൾ ഞാൻ 10-15 മിനിറ്റ് കുതിർത്താനും വെക്കാറുണ്ട്. പക്ഷെ എനിക്കിടയ്ക്ക് വേവ് കുറച്ചും കൂടി വേവ് ആവണ പോലെ വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മൊത്തം 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവണം ഞാൻ. 6-6.5 കുറച്ച് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഒഴിച്ചൊക്കെ ഒരു പൊടിക്ക് കൂടുതലും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടി വേവ് സെറ്റായി പോലെ തോന്നുന്നു. അതും ഇനി ഞങ്ങളങ്ങനെ വേവിൽ കഴിക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നോർമൽ വേവ് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിവിടെ ചോറൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് വേവിച്ചിട്ടൊക്കെ തന്നെയാട്ടോ കഴിക്കുക. അതായത് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് കഴിക്കുന്ന രീതിയിലൊക്കെ വേവിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ. പക്ഷെ ഒട്ടുമിക്ക എല്ലാ യൂട്യൂബിലും കുറേ പേര് കുക്കിംഗ് വീഡിയോ നമ്മൾ കാണുമ്പോൾ പറയുന്നത് ഒരു കണക്ക് അങ്ങനെയാണ്, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാനപ്പോൾ ഒരു 1.5 എന്നുള്ളത് ലാസ്റ്റ് എങ്ങനെ പോയാലും ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ഞാൻ കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ മൊത്തമായിട്ട് ഞാൻ ആ ഒരു വീഡിയോ കണ്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കില്ല ചെയ്യുക. ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ കൂട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കുറയ്ക്കും. ഞങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് ഞാൻ കുക്ക് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട്, നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട്, കച്ചമ്പറി സെറ്റ് ആയിട്ടുണ്ട്, അച്ചാറൊക്കെ നമ്മുടെ തേജു ഇതേ കൊടുന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രാവിലെ കുളി കഴിഞ്ഞ് നടക്കണതാട്ടാ. തോർത്ത് തലയിൽ കെട്ടിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഇടണം. ഇനി തോർത്ത് ആദ്യം അഴിച്ചിട്ട് കൂട്ടാം ഞാൻ തലേന്ന്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിക്കായിരുന്നു. ചിക്കൻ കറിയിൽ എനിക്ക് കണ്ടപ്പോൾ ഉണ്ടല്ലോ കളറ് ഭയങ്കരമായിട്ട് റെഡ് കളർ. ഇതേമേ എരു കൂടി വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. പക്ഷേ ഉണ്ടല്ലോ എരു കൂടിയിട്ടില്ല, എരു പാകത്തിനാടുന്നു. ഇതെന്താ വെച്ചാൽ ചില മുളക് പൊടിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ചില മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എത്രയായാലും കളർ വരില്ല. ചില മുളക് പൊടി ഇടുമ്പോൾ നല്ല കളർ വരും. ഇത് അങ്ങനത്തെ മുളക് പൊടി കേട്ടോ. കുറച്ചിടുമ്പോൾ തന്നെ കളർ വരുന്നുണ്ട്. പിന്നെ ചില മുളക് പൊടി ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ശകരം ഇടുമ്പോഴേക്കും നല്ല എരുവായിരിക്കും. എന്നാൽ ചില ഇത് എത്ര ഇട്ടാലും എരിവുണ്ടാവില്ല, അങ്ങനെ കിട്ടില്ല. അപ്പൊ ആ ഒരു മേഖലയിൽപ്പെട്ട മുളക് പൊടി ഇടന്നോട്ടത്. ഇതില് നല്ല കളറ് വരുന്നുണ്ട്, നല്ല കളറ്. നമുക്ക് കണ്ട കുറേ മുളക് പൊടി ഇട്ട പോലെ തോന്നും. അങ്ങനെ വിൻചാട്ടിനെ കൂടി ഞാൻ കഴിപ്പിച്ചിട്ട് ആദ്യം തന്നെ എരിവുണ്ടോന്ന് നോക്കി നോക്കുന്നും പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കണത്. പക്ഷെ എരിവ് ഇല്ല, നോർമലാണ് എന്നാട്ടാ പറഞ്ഞത്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാണ്ടല്ലോ, എനിക്ക് നല്ല ഒട്ടുമിക്ക പേർക്കും ഉണ്ടാവും തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും കുറെ ടൈം എടുത്തിട്ട് കുറേയൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയില്ല. ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടോ. എനിക്ക് ആകെ ടേസ്റ്റ് തോന്നിയത് വിൻഷേട്ടൻ ഉണ്ടാക്കിയ കച്ചമ്പറ് മാത്രം. മറ്റേത് ഞാനിങ്ങനെ കഴിക്കണമെന്നുള്ള എനിക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ആസ്വദിക്കാൻ അങ്ങോട്ട് പറ്റണില്ല കേട്ടോ. ഇനി നമ്മള് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് കസിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വേഗം ഡ്രസ്സ് മാറണം. പപ്പടം ഞാൻ ഇതന്നെ ഇട്ടാൽ മതിയോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ചിക്കനൊക്കെ വെച്ച് അടുക്കളയിലൊക്കെ നിന്നപ്പോഴേ ഭയങ്കര സ്വിച്ച് ഓഫ് ചെയ്തില്ലല്ലോ, ആകെ ഒരു മാതിരി. അപ്പൊ ഡ്രസ്സും മാറണം, പോണം. അപ്പൊ പോകുമ്പോ കാണാം കേട്ടോ. ചേച്ചി പോകുമ്പോ നമ്പറേ പിന്നെ അതേ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് അപ്പം നമ്മൾ കുറച്ച് റൈസ് ആക്കുക. അധികം കൊണ്ടുപോകാനുള്ള റൈസ് ഇല്ല കേട്ടോ. ഇപ്പോൾ ഇത് വിൻഷേട്ടൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും വീണ്ടതെല്ലാം പോവാം, അപ്പോൾ കുറച്ച് റൈസ് ആക്കിക്കോന്നും പറഞ്ഞിട്ട് റൈസ് ആക്കിയതാണ്. അങ്ങനെ കുറേ ആക്കാനുള്ളതില്ല, നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഉള്ളത് കുറച്ച് ചിലപ്പോൾ സച്ചൂട്ടുണ്ടായിരിക്കുമല്ലോ അവിടെ. അപ്പോൾ അവൻ എന്നാൽ കൊടുക്കാച്ചിട്ട് ഇതേ കുറച്ച് റൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും കുറച്ച് ആക്കിയിട്ടാ. അങ്ങനെ അതെല്ലാക്കി അവിടെയും ചിലപ്പോൾ ചിക്കനും ഇതൊക്കെ തന്നെ ആവും. കാരണം ഇന്ന് സൺഡേ അല്ലേ. സൺഡേ പിന്നെ ഒട്ടുമിക്ക വീട്ടിലും ചിക്കനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിയതൊന്ന് ടേസ്റ്റ് അറിഞ്ഞോട്ടേലോ അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാക്കിയതാണ്. പിന്നെ ഞാൻ ധൈര്യത്തിലാക്കണത് എന്താണെന്ന് വെച്ചാൽ എരിവ് അത്രയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ധൈര്യത്തിലാട്ടോ. കാരണം അവിടെ അങ്ങനെ ആരും എരിവ് അധികം കഴിക്കില്ല. പിന്നെ അച്ഛൻ കഴിക്കും, പക്ഷെ അമ്മയ്ക്കൊന്നും എരിവ് തീരെ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലും കൂടി അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വിൻഷേട്ടനൊക്കെ പേര് കൂട്ടി പരിചയമായി. ഞാൻ അങ്ങനെ വെച്ചത് കഴിച്ചിട്ടാ തോന്നുന്നു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മളിത് നേരെ ഇറങ്ങാട്ടോ. അപ്പോൾ ആദ്യം വീട്ടിൽ പോയിട്ട് ഇത് കൊടുക്കും. അതിന് മുന്നേ നമുക്ക് ഉണ്ണീനെ കാണാൻ പോകാമല്ലോ. ഉണ്ണിക്ക് എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ തറവാട്ടിക്ക് പോവാട്ട് ചെയ്യാം. അതുപോലെ മഴയാണെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോൾ അതേ പോയിട്ട് വെയിലാട്ടോ, നല്ല വെയിലാ. എന്നിട്ട് വിൻഷേട്ടൻ പറയുന്നുണ്ട് നന്നായി ഉള്ളൂ, സൺസ്ക്രീൻ ഇങ്ങനെ അട്ടിക്ക് തേച്ചിട്ടാ പോണത്, കാരണം സഹിക്കാൻ പറ്റണില്ല വെയില്. അപ്പൊ നമ്മൾ പോണത് ഞാൻ പറഞ്ഞല്ലോ കസിനാണ്. കസിൻ എന്ന് പറയുമ്പോൾ വിൻഷേട്ടന്റെ മേമയുടെ മോളാണ് കേട്ടോ, തറവാട്ടിത്തെ. അപ്പൊ അവിടേക്കാണ് പോണത്. തറവാട് വീട് എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാം. അപ്പൊ ഞങ്ങളുടെ വീട് ഇപ്പൊ നമ്മൾ വെച്ചേക്കണ വീട് ഇവിടെ ചാത്തന്നൂർ എന്ന് പറയും. ഇവിടുന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ വിൻഷേട്ടന്റെ വീടാണ്, വെള്ളടിങ്കുന്ന് എന്ന് പറയും. അത് കഴിഞ്ഞാൽ ചെരുപ്പൂർ റോഡ് എന്നാ പറയാ. അവിടെയാണ് ഇവരുടെ തറവാടുള്ളത്. തറവാട്ടിൽ നിന്ന് വേറെ വീട് വെച്ചിങ്ങനെ മാറുമല്ലോ, അങ്ങനെ വിൻഷേട്ടൻ്റെ അച്ഛനും അമ്മയും മാറിയിട്ട് വീട് വെച്ചേക്കണതാണ് ഇപ്പൊ ഇരിക്കണത് വെള്ളടിങ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മളും വീട് വെച്ച് മാറിയേക്കുന്നതാണ് തൊട്ടിപ്പുറത്ത് ചാത്തന്നൂർ എന്ന് പറയാ. അങ്ങനെ കേട്ടാ. അപ്പൊ തറവാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ തറവാട്. ഇത് പുണ്ണിക്ക് ഡ്രസ്സ് എടുക്കാൻ കയറിയേക്കാണ്. അതായത് ഇപ്പൊ തേജുവിനൊക്കെ തറവാട് എന്ന് പറയുന്നത് വിൻഷേട്ടന്റെ വീടാവൂലോ. പിന്നെ വിൻഷേട്ടന്റെ തറവാട് എന്ന് പറയുന്നത് 2 ഉണ്ട്. അതായത് കുഞ്ഞേ തറവാട്, പിന്നെ വലിയ തറവാട്, ഏറ്റവും വലിയ തറവാട്, അങ്ങനെയൊക്കെ ഉണ്ടായില്ല. അപ്പൊ നമ്മളിപ്പോ പോണത് ഏറ്റവും വലിയ തറവാടാട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നൊരു തറവാട് എന്ന് പറയില്ലേ, വെളിച്ചന്മാർ അങ്ങനെ അച്ചച്ചന്മാർ അങ്ങനെ മുത്തച്ഛന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ പറയണ തറവാട്ടിക്കേട്ടാ. കുഞ്ഞു തറവാട് എന്ന് പറയുന്നത് ഇതാണ് വിൻഷേട്ടന്റെ വീട്. അതായത് തേജൊക്കെ ഭാവിയിൽ തേജുവിന്റെ മക്കളോട് പറയില്ലേ നമ്മുടെ തറവാട് എന്ന്, അതാണ് കേട്ടോ വിൻഷേട്ടന്റെ വീട്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണത്. അപ്പൊ അമ്മ അതേ വെള്ളം കലക്കി കൊടുന്നെന്താട്ടോ, ചായ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഉച്ചയ്ക്ക് ഒന്നാമത് ചോറുണ്ടിട്ടാ വന്നത്. അപ്പൊ പിന്നെ ചായ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, ഞങ്ങൾക്ക് കുടിക്കണ ശീലമില്ല, ഞങ്ങൾക്ക് തണുത്ത എന്തെങ്കിലും വെള്ളമുള്ളൂ. വിൻഷേട്ടൻ കുടിച്ചില്ല കേട്ടാ, ഷുഗർ കട്ടാന്ന് പറഞ്ഞിട്ടിരിക്കണേ. ഞാനും തേജും കുടിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇതേ പിന്നെ പിള്ളേരുടെ കൂടെ കളി കേട്ടോ. അതായത് സച്ചൂട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചൂട്ട് വെച്ചാൽ പെങ്ങളുടെ കുട്ടിയിട്ടോ. അപ്പോൾ പെങ്ങള് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് വിൻഷേട്ടൻ്റെ അനിയത്തി എവിടെ എന്താ ചെയ്യണമെന്നൊക്കെ. അവൾ തൃശ്ശൂരാണ്, ബ്യൂട്ടീഷ്യനാണ്, വർക്ക് ചെയ്യാണ്. അവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാണ്. വീക്കിലി ഒക്കെ ആയിട്ടാ വരിക, വീട്ടിലേക്ക് വന്നു പോവുക, അങ്ങനെ ആയിട്ടാ ചെയ്യാം. അതാണ് ആളെന്നെ കൂടുതലും വീഡിയോസിൽ കാണാത്തത്. പിന്നെ വീക്കിലി ആള് വരുമ്പോൾ ആളുടെ കുട്ടിയുടെയും ഹസ്ബൻഡിൻ്റെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. കുറേ പേര് ഇപ്പോഴും ചോദിക്കും വിൻഷേട്ടൻ്റെ അനിയത്തി എവിടെയാന്ന്. അപ്പോൾ മാരേജ് കഴിഞ്ഞു. വിൻഷേട്ടൻ്റെ അനിയത്തിയുടെ മോനാണ് ഇവിടെ നമ്മുടെ തേജുവിനെ അങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കണത്. പിന്നെ ഇത് അമ്മമ്മ അതേട്ടാ, പിള്ളേരുടെ സൗണ്ട് കേട്ടപ്പോഴേ അമ്മമ്മേനെ കൊടുന്ന് ഉമ്മർത്ത് ഇങ്ങനെ ഇരുത്തിയപ്പോഴേ അമ്മമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്ന് ഇറങ്ങാൻ നിന്നു, പിന്നെ വീണ്ടും മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഉള്ളിൽ കയറിയിട്ടാ. പിന്നെ അച്ഛതേ തറവാടിൻ്റെ അതേനെ പോകുന്നുണ്ട്. അപ്പോൾ അച്ഛനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനും അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയൊരു ചാറ്റിൽ മഴ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി നിന്നാൽ കൂടിയാലോ, അപ്പോൾ ഇനി വൈകി ഉണ്ടാച്ചിട്ട് ഞങ്ങളും പോയി. പിന്നെ 6 മണിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ നേരത്തെ ഉണ്ണികളെ കാണാൻ അങ്ങനെ പോവില്ലല്ലോ. അപ്പോൾ പിന്നെ അതിനൊക്കെ മുന്നേ പൂവും വേണം. അപ്പോൾ 4 മണി 4:30 ആയിട്ടാ. കുറേ നേരം മഴയും ഇതൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു അവിടെ. അപ്പം ഇനി മഴ ഒന്ന് തുറന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാ. പിന്നെ ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അവര് അങ്ങോട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയി കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമൊക്കെ ലീവല്ലേ. അപ്പോൾ ചേച്ചിയുടെ വീട് പഴയന്നൂരാട്ടോ വരണത്, വിൻഷേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ് കേട്ടോ. അപ്പോൾ അവര് അങ്ങോട്ടും പോയേക്കാണ്. അങ്ങനെ അമ്മമ്മോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇതേ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തോട്.
തോട്. ഞാൻ മുന്നേ ഇവിടെ നമ്മുടെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ തോട്. ഞങ്ങൾ ഇവിടേക്ക് നടന്നിടുന്ന ആൾക്കാരടുത്തു ഈ തോട്ടിലൊക്കെ വന്ന് ഇങ്ങനെ കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യേ. അങ്ങനെ അതേ തറവാടെത്തി. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഞാൻ പറഞ്ഞിലേക്ക് ഇങ്ങനെ പിന്നേക്ക് വീഡിയോ എടുക്കാൻ ഒരു ചടപ്പാണ്. ഞാൻ എല്ലാവരുടെ വീഡിയോസും ഞാൻ എടുക്കാറില്ല, കാരണം പലർക്കും ഇഷ്ടങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അവർക്ക് അവരുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഇഷ്ടമാണോന്നൊന്നും അറിയില്ലേ. അപ്പോൾ സുമേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ, വിൻചേട്ടൻ്റെ വേറെ മേമയുടെ മോൻ. അപ്പോൾ ആളോട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇത് സുമേഷ് ചേട്ടൻ്റെ വീടാട്ടോ. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ നോക്കിയത്. പിന്നെ കട്ടപ്പ് വിരിച്ചിട്ടുള്ളൂ ഇത്ര ഇവിടെ. അപ്പോൾ കട്ട നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വ്യൂ ആയി. വീടിൻ്റെ വ്യൂ ഒക്കെ അങ്ങനെ കട്ട വിരിച്ചപ്പോൾ ആ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ തന്നെ മാറിയെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക അവിടുന്ന്. പിന്നെ അച്ഛനൊക്കെ അതേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണീനെ കണ്ടു. ഞാൻ പറഞ്ഞോളൂ, ഞാനതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ലേ. ഞങ്ങളിങ്ങനെ ഇരിക്കുക, അവിടെ എല്ലാവരും ഉണ്ട്, വർത്താനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉമ്മർത്തത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയും കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് വിൻഷാൻ്റെ അമ്മ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഒന്ന് കയറണം പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് ആവോച്ചിട്ട് ചെന്ന് നോക്കിയതാ. അപ്പോൾ അമ്മ അവിടെ ഉണ്ടല്ലോ, എന്താ പറയുക, എണ്ണക്കടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതായത് മുട്ട ബജി, മറ്റേ പക്കുവാട അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത്ര. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടൊക്കെന്നും പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീട്ടിൽ പോയിട്ട് ഇതേ മുട്ട ബജിയും മറ്റേ പക്കുവാടയും അതൊക്കെ എടുത്തിട്ട് ഇതേ ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ ചാത്തന്നൂർക്ക് പോവുകയാണ്. വീട്ടിലെത്തിയിട്ടാ. ഇനി എന്താ വെച്ചാൽ തേജുവിന് സ്വിമ്മിംഗ് പൂളിൽ നടക്കണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു വരണല്ലോ കേട്ടോ. അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും കൂടിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ എന്താ പറയാ എയറൊക്കെ അടിച്ച് വെള്ളം അടിച്ച് വരും. മുട്ട ബജി ഞാൻ ചോദിക്കില്ല. പക്കുവട ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിട്ട് പോവാം. നമ്മള് കട കയറിട്ട് കുറച്ച് സാധനമാണ് വാങ്ങിയിട്ടാ തേജുവിന് നാളേക്കുള്ളത്. പിന്നെ ഇത് മുട്ട ബജി കേട്ടോ. മുട്ട ബജി ഞാൻ കഴിച്ചോ കേട്ടോ. ഇൻഷാല്ലാന്ന് അമ്മ ഉണ്ടാക്കിയതാ. പ്രശ്നമില്ല. മുട്ട ബജിയാ അമ്മ പണ്ടത്തെ അമ്മയ്ക്ക് അച്ഛനും പാടെ പണ്ട് വെള്ളടി കുന്ന് കടന്നിടന്ന നമ്മുടെ നാട്ടില് ഈ ചായന്റെ ഒക്കെ ഇട്ടേ ഹോട്ടല് പോലെ. അപ്പൊ എല്ലാം അറിയാം. ചൂട് മുട്ട പഴംപൊരി ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. ഞാൻ മേലെ ഇട്ട് തരാം കേട്ടോ. അങ്ങനെ ഞാൻ മേലെ എടുക്കണേക്കാൾ മുന്നൊന്ന് അടിച്ചു വരിട്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വരി ഇടുമ്പോഴേക്ക് ഇതേ നമ്മുടെ പാറും ചിത്തുട്ടായിട്ടും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട് പണി ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ അല്ല, നമ്മുടെ ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് പോയിട്ട് ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയായിട്ട് അവരെല്ലാവരും കുറേ പേര് ഇവരുടെയൊക്കെ വീഡിയോ ചോദിക്കാറുണ്ട്. പാറുവിൻ്റെയും ചിത്തുട്ടായിട്ടിൻ്റെ ഒക്കെ വീട് നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ്. അതുപോലെ ജിഷ്ണുവേട്ടൻ്റെ വീട് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. പിന്നെ വർക്ക് ചെയ്യണത് പട്ടാമ്പി. വിൻഷേട്ടൻ പട്ടാമ്പി വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഓഫീസിൽ, ബജാജിൻ്റെ ഓഫീസിൽ ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. ആ ഒരു ബേസിലാണ് കമ്പനി ആയത്. പിന്നെ ഇവർ 3 പേരും 3 വഴിക്കായി. വിൻഷേട്ടൻ കോട്ടാക്കിൽ കയറി. ജിഷ്ണുവേട്ടൻ ഇപ്പോഴും പട്ടാമ്പിനായിട്ട് വർക്ക് ചെയ്യണത്. ജിത്തുട്ടായിട്ട് ഇപ്പോഴും പട്ടാമ്പിയിലാണ് വർക്ക് ചെയ്യണത്. ജിഷ്ണുവേട്ടൻ ഇപ്പോൾ തൃശ്ശൂരാണ് ബജാജിലാണ് കേട്ടോ. അപ്പോൾ 3 പേരും മാറി, ഓഫീസൊക്കെ മാറിയെങ്കിലും കൂടി കമ്പനി അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. പിന്നെ ജിഷ്ണുവേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ ചെക്കന് ചോറ് കൊടുക്കാൻ പോയി കിടന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവര്. അപ്പോൾ വണ്ടി കൊണ്ട് ഇതേ വന്നിട്ടുണ്ടായിരുന്നു. അവർ 2 വണ്ടിയിലായിട്ട് പോയിക്കണത്. അവരുടെ ഫാമിലി എല്ലാവരും ഉള്ള കാരണം ജിഷ്ണുവേട്ടൻ്റെ വണ്ടിയിൽ ഒരു ഫാമിലി, പിന്നെ നമ്മുടെ വണ്ടിയായിട്ട് എക്സ്ട്രാ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയും കൊടുന്നേരണം. അപ്പം എല്ലാവരും കൂടി വരാമെന്നും പറഞ്ഞിട്ട് ഇതേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെക്കതേ നമ്മുടെ വീട്ടിലേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറാൻ പോണത്. അപ്പോൾ ഞാൻ തന്നെ എടുത്തിട്ട് ഇതേ വീട്ടിൽ കയറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ പരിചയക്കേടില്ല കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ബീവി ആണെങ്കിൽ ഉണ്ടല്ലോ, വിച്ചുട്ടനാണെങ്കിൽ കരച്ചില്ല, ആരുടെ അടുത്തേക്കും വരാൻ കുറച്ച് മടിയാണ്. പക്ഷെ ഇച്ചുവിന് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ട്. ഒരു പരിചയക്കേടൊന്നും കാട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇവരുടെ പേരുകൾ ഇനി മൊത്തത്തിൽ എനിക്ക് വായിന്ന് നല്ല വെള്ളി ചാടും. വേറൊന്നല്ല, നമ്മുടെ വിച്ചുവിനെ വിളിക്കണത് വിഹാൻ. പാറുവിൻ്റെയും ചിത്തുട്ടേൻ്റെ ഉണ്ണിയുടെ പേര് വിഹാൻ, വിച്ചു എന്നാട്ടോ വിളിക്കുക. പിന്നെ ജിഷ്ണുവേട്ടൻ്റെ ഉണ്ണീനെ ഇച്ചാപ്പി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കറക്റ്റ് എനിക്കിപ്പോഴും പേര് കൺഫ്യൂഷൻ ആട്ടാ. പിന്നെ നമ്മുടെ ആരുടെ കുട്ടിയുടെ പേര് കിച്ചു. മൊത്തം ചൂ നായ കാരണം പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും നല്ലോണം. ഒന്നാമത് എനിക്ക് ചിത്തുട്ടേട്ടൻ്റെയും ജിഷ്ണുവേട്ടൻ്റെയും പേര് അങ്ങോട്ടും കൂടെ എപ്പോഴും തെറ്റാറുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ വണ്ടി കിട്ടി. പിന്നെ ജിഷ്ണുവേട്ടൻ്റെ വണ്ടി ഇതേ കസിൻസ് കൊടുത്തിട്ടുണ്ട്, ഇവരെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവരും ഇതേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ നേരെ വീട്ടിൽ കയറി. നമ്മുടെ തേജു ആണെങ്കിൽ ഇതേ പൂളിൽ ഇറങ്ങിയിട്ട് നിൽക്കുന്ന സമയത്ത്
സമയട്ടെ ജെട്ടിക്കോലായതുകൊണ്ട് കുട്ടി റോട്ടിക്ക് വന്നിട്ടില്ല. അവിടെ ഇരുന്നിട്ട് എല്ലാവരെയും വിളിക്കുക, ജിഷ്ണു അമ്മ അങ്ങോട്ട് വാ അങ്ങോട്ട് എന്നാരെങ്കിലും നോക്കുക എന്നുള്ള മട്ടിലാട്ട വിളിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ അതേ സുജിലേതേട്ട കുറേ നാൾക്ക് ശേഷം എന്നാ പ്രഗ്നന്റ് ആയ ടൈമിൽ നമ്മുടെ പൂരത്തിനാ തോന്നുന്നു, കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്. അപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഏകദേശം 1.25 വർഷമായിട്ടുണ്ടായിരിക്കും നമ്മുടെ സുജില ദേ വീട്ടിലേക്ക് വന്നിട്ട് കേട്ടാ. അങ്ങനെ ഫ്രീ ആയിട്ട് ഇതേ സുജിലും വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ട്രിപ്പൊക്കെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ചെക്കന്മാരെങ്ങനെയാവും അറിയില്ല, എന്തായാലും വലുതാവൂല അവര്. അപ്പൊ ഇത് എല്ലാരും കൂടിയിട്ട് കുറെ നാൾക്ക് പാറും ചിത്തുരണ്ടും പിന്നെയും വരാറുണ്ട്. പക്ഷെ ദബ്രേനും കൂടിയും കയ്യിൽ കിട്ടണത് കുറെ നാൾക്ക് ശേഷമാണ് കേട്ടാ. അതാത് കളിക്കണോക്ക്, അതാത് കളിക്കണ്ടോ പിന്നെ എല്ലാരും കൂടിയിട്ട് ഇതേ കുറെ നേരം പൂളിൽ കളിക്കായിരുന്നു കേട്ടോ. ഞാൻ അകത്തിരിക്കണേക്കാൻ കൂടുതൽ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വീടിന്റെ മുറ്റത്ത് ഇത് എങ്ങനെ ഇരിക്കാനാട്ടോ. ആദ്യം എല്ലാരും കൂടി അകത്തിരിക്കലായിരുന്നു പണി. പിന്നെ മുറ്റൊക്കെ നേരെ ഇപ്പൊ ഒരു വൈബ് കിട്ടുന്നുണ്ട് എല്ലാരും കൂടി ഇരിക്കുമ്പോൾ കേട്ടോ. അപ്പൊ ഞാൻ ട്രൈപോഡൊക്കെ കൊടുന്ന് വെച്ചിട്ട്, കാരണം ഞാൻ വീഡിയോ എടുക്കൽ എന്നെ കിട്ടണ്ടേ. അപ്പൊ ഞാൻ ട്രൈപോഡൊക്കെ പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് കൊടുന്ന് വെച്ചിട്ട് ഇത് എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ കേട്ടാ. പക്ഷെ നമ്മൾ ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ സത്യം പറയാലോ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം കുറച്ച് ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ പിന്നെ ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങൾ നല്ല കളിയും ചിരിയാടുന്നു കേട്ടോ. കാരണം സമയത്ത് ഇറക്കി വിട്ട രണ്ടുപേരും സിസ്റ്റം കൃഷ്ണ ഒക്കെ തെളിവുണ്ട് ടൈലെന്ന് പഠിക്കണത്. നല്ല അലക്ക അവിടെ വന്നിട്ടുണ്ടോ? കണ്ണാപ്പി എത്ര കണ്ണാപ്പി പിടിച്ചു? ആ ഏനെ കാണിക്കടാ, ഒറ്റയ്ക്ക് നിലയ്ക്ക് അതൊക്കെ ഉണ്ടോക്കിയ ഉണ്ടോ? അത് കഴിഞ്ഞു, മുട്ട ബജ്ജി കഴിഞ്ഞു, കൊക്കൂടെ കഴിഞ്ഞു, പുണ്ടെടുത്തു. അടുത്തേ സൂര്യ ഇതൊക്കെ ഇതിലിടരുത്തുണ്ട് കേട്ടോ. ഇതൊക്കെ എണ്ണി ഇടണേ. അല്ലേ ഇതൊക്കെ എണ്ണി ഇടണം കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ചായ കുടിക്കായിരുന്നു കേട്ടാ. ഈ വിഷ്ണുവേട്ടനും നമ്മുടെ ജിഷ്ണുവേട്ടനും വിൻഷേട്ടനും കുടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അങ്ങനെ കള്ളിയാക്കി കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാ. പിന്നെ അങ്ങനെയല്ല, നമുക്ക് എന്ത് ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നുള്ളൊരു ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ പറയാമല്ലോ. അപ്പൊ ഇവരെങ്ങനെയാട്ടെ, ഇവർ അങ്ങോട്ടും കൂടെ എന്ത് ഓപ്പണായിട്ട് അങ്ങോട്ടും കളിയാക്കലായിക്കോട്ടെ എന്തായിക്കോലും, ഇപ്പൊ ഒരു നെഗായ പോലും ഇടാ വേണ്ട, അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്ലിയർ ചെയ്യണ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ കുറെ നേരം ഇരുന്ന് വർത്താനവും കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് ഇനി വേഗം തിരിച്ചു പോട്ടാ. കാരണം ഇരുട്ടാവാറ, ഇനി മഴ ഏത് സമയം മഴ പെയ്യില്ല വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പാറൂനായാലും ഇവർക്ക് ബൈക്കുമല്ല പോകേണ്ടത്, ഇവർക്ക് വല്ലപ്പോഴും എത്തും വേണം. അപ്പൊ പിന്നെ ഇവര് പതുക്കെ ഇറങ്ങാന്നുള്ള ഒരു മൈൻഡിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവര് ഇറങ്ങിയിട്ടാ. പിന്നെ പിന്നെ വിൻചേട്ടനും ഇതേ തേജുവിന് കമ്പനിക്ക് വെള്ളത്തിൽ ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇനി വേറൊരു ദിവസം കാണാൻ എല്ലാവരും കൂടിയിട്ട് ഇനി കൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഇവരെന്താണെന്ന് അറിയാം, ഇവര് ഗുരുവായൂർ ഞാൻ പറഞ്ഞല്ലോ ചോറ് കൊടുക്കാൻ പോയേക്കാണ്. അപ്പൊ അതിന്റെ ഒരു ഡ്രസ് കോഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കളർ കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ സുജിലയുടെ അതേട്ടാ സെറ്റ് സാരി, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരി, ചെക്കനെ കിട്ടിയില്ലേ? ഏതാ കണ്ണൂർ കിട്ടാ നോക്കട്.
പൂളിലാണെങ്കിൽ ഇത് ഇപ്പോഴാട്ടോ കറക്റ്റ് വെള്ളമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയോളുള്ള കാരണം നമ്മൾ അധികം നിറയ്ക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഇതേ ഇങ്ങനെ ശരിക്കും മുങ്ങി കിടക്കാനുള്ള രീതിയിൽ ഇതേ വെള്ളമായിട്ടുണ്ട്. ഇനി ഇതിൽ നിറയ്ക്കാൻ പറ്റുവേ, പക്ഷെ കുറേ വെള്ളം അത്യാവശ്യം വെള്ളം വേണം കേട്ടോ നമുക്കൊരു പൂള് നിറയ്ക്കണമെങ്കിൽ. പിന്നെ ഇതേ ബാക്കി കുറച്ച് സ്നാക്സ് ഉണ്ട് കേട്ടോ, അത് രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ പൂളിൻ്റെ ലിങ്ക് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും അഫോർഡബിൾ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 2K 3K റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇതിന്റെ എയറൊക്കെ നന്നായി കളഞ്ഞിട്ടാട്ടോ വെക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ നൈറ്റത്തെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നെയ്ച്ചോറും നമ്മുടെ കറിയും അവയ്ക്ക് തന്നെയായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും മേശാമി ഇരുന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും മോനും കൂടിയിട്ട് ഇതേ അവിടെ ഹാളിൽ അവിടെ പോയിരിക്കട്ടെ, വേറെ നല്ല കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളി കണ്ട് കഴിക്കാനും പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേജുവിൻ്റെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കാനും കുറച്ച് വൈകിട്ടാ. ഇപ്രാവശ്യം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങും. ഇതിലേക്ക് എടുക്കും എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിടക്കില്ലല്ലോ, കളി എടുക്കുള്ളൂ. തേജ് പോരാട്ടം കിടക്കാൻ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ പറഞ്ഞോ, ഞാൻ വൈൻഡപ്പ് ചെയ്യൂ. ബൈ. യോ ഇതിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബൈ ട്ടാ.